ഈ മുസ്ലിം പള്ളിയുടെ പുറകുവശത്തുള്ള കല്ലിൽ തേങ്ങ ഉടയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഉടയ്ക്കുന്നത് പോലെ തേങ്ങ ഉടയ്ക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. നേർച്ചയാണിത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? മകരവിളക്കിൻ്റെ അന്ന് തന്നെയുള്ള ഇവിടുത്തെ പരിപാടി. അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് വാവൂര് ഇവിടെ എല്ലാവരും ഈ കല്ലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് ഇല്ലല്ലേ? നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പള്ളി നമുക്കറിയാം, വാവരിൻ്റെ പള്ളിയാണ്. വാവരിൻ്റെ പള്ളി അതുപോലെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു പള്ളിയും കൂടിയുണ്ട്, നമ്മുടെ കാഞ്ഞിരമുറ്റം പള്ളി. ആ കാഞ്ഞിരമുറ്റം പള്ളിയാണ് നമ്മളീ കാണുന്നത്. ശബരിമല മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് പല കഥകളും പ്രചാരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ കുറച്ച്, അതായത് ഹിന്ദു ആചാരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആചാരങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രചാരകനായി എത്തിയ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ എന്ന സൂഫി വര്യനാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ശബരിമലയിലെ മകരവിളക്കിൻ്റെ അന്ന് തന്നെയാണ് ഇവിടുത്തെ ചന്ദനക്കുട നേർച്ചയും നടക്കുന്നത്. ഇവിടെ അടങ്ങിയിരിക്കുന്ന സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയയുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ചാണ് ഇവിടെ ചന്ദനക്കുട നേർച്ചയും നടക്കുന്നത്. ഇവിടുത്തെ നേർച്ചയുടെ ഭാഗമായി ദിനവും ചക്കരക്കഞ്ഞി എന്ന രുചിയേറിയ ഭക്ഷണ പദാർത്ഥമാണ് ഇവിടെ നൽകുന്നത് നേർച്ചയായിട്ട്. അത് കഴിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെ സന്ദർശിക്കുന്നവരെല്ലാം ഈ ചക്കരക്കഞ്ഞി കഴിച്ചിട്ടേ പോകാറുള്ളൂ. അത് ഈ അരിയും വൻപയറും തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ടുകൊണ്ടുള്ള രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. പ്രധാനപ്പെട്ട ഈ പള്ളിയുടെ പിറകുവശത്തായിട്ട് മുകളിലായിട്ട് കാണുന്ന ഇതാണ് പഴയ പള്ളി. അതായത് മേലേപ്പള്ളി എന്ന് പറയും, മലേപ്പള്ളി എന്നെല്ലാം പറയും. ഈ പള്ളി ഇവിടെയാണ് സൂഫി വര്യനായ ഷെയ്ഖ് നിസ്കരിച്ച പള്ളി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വാവര് ഇരുന്ന സ്ഥലം എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളരെ മഹത്വമേറിയ ഒരു പള്ളിയാണത്. അതായത് ഷെയ്ഖ് സൂഫി വര്യനെ സന്ദർശിക്കുന്ന എല്ലാവരും തന്നെ ഈ പള്ളിയിലും സന്ദർശിക്കാറുണ്ട്. ഇവിടുത്തെ ചില ആചാരങ്ങൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങളാണ്. അതായത് പള്ളി 3 റൗണ്ട് ചുറ്റുക, അതുപോലെ തന്നെ ഇവിടെ ഒരു ബാക്കിൽ കാണുന്ന ഒരു കല്ലുണ്ട്, ആ കല്ലിൽ തേങ്ങ ഉടയ്ക്കുക, ഇതെല്ലാം ഇവിടുത്തെ ആചാരങ്ങളാണ്. അത് ഹിന്ദു മത ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആചാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സ്ഥിരമായിരിക്കുന്ന മുസ്ലിയാരോട്, ഉസ്താദിനോട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമല്ലേ ഈ ആചാരങ്ങൾ എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. എന്നിരുന്നാലും പള്ളിക്ക് വരുമാനം ലഭിക്കുന്നത് കൊണ്ട് അത് കമ്മിറ്റിക്കാരും തടയാറില്ല. ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നവരോട് ഇദ്ദേഹം അതുപോലുള്ള കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് നേർച്ചയാണിത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? മകരവിളക്കിൻ്റെ അന്ന് തന്നെയുള്ള ഇവിടുത്തെ പരിപാടി. അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് വാവൂര് ഇവിടെ എല്ലാവരും ഈ കല്ലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് കല്ലിന് പ്രത്യേകത ഇല്ലല്ലേ? പള്ളിയുടെ ഫ്രണ്ടിലാ. ആ
അന്നേരം പണ്ട് ആദ്യകാലത്ത് ഈ കല്ല് ഒന്നു കൊടുക്കാൻ ഉപയോഗിച്ചത് വല്ലാതെ. ഇതല്ലേ പിന്നെ ഒന്നെടുക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നിസ്കരിക്കാൻ അല്ലെന്ന് ഒന്നെടുക്കാൻ ഈ കല്ലെന്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പണ്ട് വെള്ളം കിണറും ആ അത് കമത്തിയിട്ടേക്കണല്ലേ ആ കാട്ടുപള്ളിയിലും ഉണ്ടായിരുന്നു ഇവിടുത്തെ കല്ല്. ആ വളരെയധികം ആളുകൾ ഈ കല്ലിന് എന്തോ പ്രത്യേകതയുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത്. സത്യത്തിൽ ഇതിന് യാതൊരു പ്രത്യേകതയും ഇല്ല. ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കല്ലിന് എന്തോ വളർച്ചയുണ്ട്, അതായത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കല്ലാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒളു എടുക്കുന്നതിന്, അതായത് അംഗശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കല്ലാണത്. അത് കമഴ്ത്തി ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടുത്തെ ചന്ദനക്കുട നേർച്ചയോടും അനുബന്ധിച്ച് ആന ഒരു പ്രധാന ഐറ്റമാണ്. ആനയുടെ പുറത്തേറി കൊടിയെടുക്കൽ ഇവിടുത്തെ ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വരുമാനം വലിയ വരുമാനമാണ്. അതായത് ഈ തേങ്ങ എടുക്കുന്നതിന് വേണ്ടി കരാറ് കൊടുത്തിരിക്കുകയാണ്. അത് ഒരു വർഷത്തിൽ 3 ലക്ഷത്തിന് മേലെ കരാറെടുത്തിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതായത് ഇത് കൊപ്ര എടുത്ത് വെളിച്ചെണ്ണയാക്കി മാറ്റുന്നതിന് വേണ്ടി കരാറെടുത്തിട്ടുള്ള ആളുകളാണ്. അത് ഈ ചന്ദനക്കുട നേർച്ചയുടെ ദിവസം ഇതിൽ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് അന്നേ ദിവസത്തെ പള്ളിക്കാർ പ്രത്യേകം ലേലം വിളിച്ചിട്ടാണ് വിൽക്കാറ്. അത് ഇതിൽ കൂടുതൽ എമൗണ്ട് കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാരും ഇതിനെ നിരുത്സാഹപ്പെടുത്താതെ ഇരിക്കുകയാണ്. സത്യത്തിൽ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്തായാലും മതസൗഹാർദ്ദതയുടെ ഒരു വിളനിലമായിട്ടാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. ഇവിടുത്തെ ചന്ദനക്കുട നേർച്ചയോടനുബന്ധിച്ചുള്ള പന്തൽ അലങ്കാരങ്ങളെല്ലാം ആദ്യകാലങ്ങളിൽ ഹിന്ദു സഹോദരങ്ങളാണ് ചെയ്തിരുന്നത്. അത് ഇപ്പോഴും അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ടുള്ളത് അറിയില്ല. എങ്കിലും ആ കാലം തുടങ്ങി ഈ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാരും ഒരുപോലെ സന്ദർശിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പള്ളിയാണത്. ഈ പള്ളിയോടനുബന്ധിച്ച് ഇവരെല്ലാം തന്നെ വളരെയധികം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന വളരെ മതസൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്.